പ്രിയ പ്രേക്ഷകരെ, പുതിയ തലമുറയുടെ യാത്ര കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന 2026 പുതിയ തലമുറ തങ്ങളുടെ ആശയങ്ങൾ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്ന 2026 പുതിയ തലമുറ എപ്പോഴെന്നില്ലാതെ ഒരു ന്യൂക്ലിയർ ബോംബ് പോലെ, ഒരു ആറ്റം ബോംബ് പോലെ പൊട്ടിപ്പുറപ്പെടുകയും അത് രാജ്യത്ത് വലിയ കോലാഹലം സൃഷ്ടിക്കും എന്ന് ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷമായി. ഞാൻ 10 വർഷം മുമ്പ് ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ ഇന്ന് ഈ കോലാഹലം സൃഷ്ടിക്കുന്ന കുട്ടികൾക്ക് 10, 12, 13 വയസ്സായിരിക്കും. ഞാനിത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് ഞാൻ ഇനിയും പറയുകയും ചെയ്യും. ഇനിയൊരു 10, 15 വർഷം കഴിയുമ്പോൾ എനിക്ക് 15 വയസ്സ് കൂടും. അപ്പോഴും ഞാൻ കുറെ കൂടെ വാർദ്ധക്യവും. അപ്പോഴും ഞാൻ പുതിയ കുട്ടികളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എന്തെന്ന് ചോദിച്ചാൽ, പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പുതിയ കുട്ടികൾ വളരെ നോളജഡ് ആണ്, വളരെ അഡ്വാൻസ്ഡ് ആണ്. പിന്നെ ഇതെല്ലാം ഉപരി അവർക്ക് 25, 30 വർഷത്തിന് മുമ്പുള്ള ചരിത്രങ്ങളല്ല അവരെ പഠിപ്പിക്കേണ്ടത്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 30 വർഷത്തിന് മുമ്പേ 15 വയസ്സായിരുന്ന എനിക്ക്, 35 വർഷത്തിന് മുമ്പേ അങ്ങനെ പറയാം, എനിക്ക് 50 വയസ്സായി. 35 വർഷത്തിന് മുമ്പേ ചെറുപ്പമായിരുന്ന എനിക്ക് എന്റെ നാടും എന്റെ നാട്ടിന്റെ സാഹചര്യങ്ങളും എന്റെ നാട്ടിലെ തോന്നിയവാസങ്ങളും ഇല്ലായ്മയും അടിച്ചമർത്തലുകളും എല്ലാം അങ്ങനെ അല്ലാത്തതും നമ്മൾ ഒത്തൊരുമിച്ച് ജീവിച്ചതും എല്ലാം ഒരു എക്സ്പീരിയൻസ് ഓഫ് ലെവല് ഉണ്ട്. അത് തന്നെ നമുക്ക് വാമൊഴിയായിട്ടും അത്യാവശ്യം മതപരമായിട്ടും പിന്നെ അത്ര നോളജഡ് അല്ലാത്ത കുറച്ച് നോളജുള്ള അധ്യാപകരിൽ കൂടിയൊക്കെ കൂടെ കടന്നു വന്ന ഒരു അറിവ് നമ്മളെപ്പോലുള്ള ഒരു തലമുറയ്ക്ക് അന്നുള്ളൂ. നമ്മളെപ്പോലെയുള്ള ഒരു തലമുറ ഒരു 30 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് ലോകം വല്ലാതെ കീഴ്മേൽ മറിഞ്ഞു. ടെക്നോളജിക്കലി നമ്മൾ മുന്നേറി. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ടെക്നോളജിക്കലി മുന്നേറിയപ്പോൾ എന്താണ് സംഭവിച്ചത്? സിഗ്നലുകളെ പിടിച്ചെടുക്കാൻ നമ്മൾ പഠിച്ചു. സിഗ്നലുകളെ പിടിച്ചെടുക്കാൻ നമ്മൾ പഠിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? സാറ്റലൈറ്റുകൾ ഉയർന്നിട്ട് പിന്നെ അതെന്ത് സംഭവിച്ചു? അത് കുറച്ചു കാലം ഇങ്ങനെ റൺ ചെയ്തു പോയി. അത് ചെറിയ ദൂരദർശൻ പോലുള്ള ചാനലുകളായിട്ടും വളരെ റയറായിട്ട് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ, അങ്ങനെ ലോകം മൊത്തം പലതായിട്ട് റേഡിയോകളായിട്ടൊക്കെ. പക്ഷെ പിന്നീട് വന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ടെലഫോണാണ്. ടെലഫോണിൽ കൂടി സംസാരിക്കാൻ നമ്മൾ പഠിച്ചു. സംസാരിച്ച് എടുക്കാൻ പറ്റും. അതിന്റെ റെക്കോർഡിക്കലി മറ്റു കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ പഠിച്ചു. പക്ഷെ പിന്നീട് വന്ന മാറ്റം എന്ന് പറയുന്നത് മൊബൈൽ വിപ്ലവമാണ്. കാരണം TV ഇതെല്ലാം വന്നതിന് ശേഷം വന്ന ഒരു മൊബൈൽ വിപ്ലവമുണ്ട്. ഈ മൊബൈൽ വിപ്ലവം വന്നിട്ട് കാലം എത്രയായി? USA പോലുള്ള രാജ്യങ്ങളിൽ 45 വർഷം ശരാശരി പിന്നിട്ടു. നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഒരു 15-20 വർഷമായിട്ടുള്ളൂ. കാരണം എനിക്കൊരു 28 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ഞാൻ കൊച്ചു മൊബൈൽ ഉപയോഗിക്കുന്നത്. ആ മൊബൈലിൽ ഇൻകമിംഗ് കോളിന് നമ്മളൊരു ഫോൺ വന്ന് അറ്റൻഡ് ചെയ്താൽ 1 മിനിറ്റിന് 3 രൂപ 50 പൈസ വെച്ച് അങ്ങോട്ട് കൊടുക്കണം. അറ്റൻഡ് ചെയ്താൽ വിളിക്കുകയാണെങ്കിൽ 1 മിനിറ്റിന് 7 രൂപ. ആദ്യം 10 രൂപയായിരുന്നു. പിന്നെ അത്യാവശ്യം 1-2 കമ്പനികൾ വന്നപ്പോൾ അത് 7 രൂപയായിട്ട് കുറഞ്ഞു. ഇങ്ങനെ ടെക്നോളജി സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ക്രമേണ എന്ത് പറ്റി? ടെക്നോളജി വല്ലാതെ വളർന്ന് അത് ഒരു നമ്മുടെ കയ്യിൽ കൊണ്ടു നടന്ന് ലോകം മൊത്തം കാണുന്ന ഒരു നിലയിലേക്ക് എത്തി. ലോകത്തുള്ള എല്ലാ വിഷയങ്ങളും കുട്ടികളുടെ കയ്യിൽ നോളജായിട്ട് എത്തി. നോളജ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ എവിടെയാണ് അന്വേഷിക്കണേ? മുൻകാലങ്ങൾ, എന്റെയൊക്കെ ബാല്യകാലത്ത് നമ്മുടെ സംശയങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ പോലും ഒരു ചർച്ചയ്ക്ക് വേണമെങ്കിൽ വല്ല പ്രൊഫസർമാരുടെത്തോ ടീച്ചർമാരുടെത്തോ അല്ലെങ്കിൽ നാട്ടിലെ തന്നെ പള്ളിയിലെ അച്ഛന്മാരുടെത്തോ, അങ്ങനെ അല്ലെങ്കിൽ മറ്റ് കൂടെയുള്ള കൂട്ടുകാരുടെ നോളജ് അടുത്തൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ തന്നെ അവരുടെ നോളജ് വെച്ച് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യും. ചിലർ ഷെയർ ചെയ്യാറില്ല. അങ്ങനെയൊക്കെയുള്ള ലോകത്താണ് നമ്മളുള്ളത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മൾ അങ്ങനെ പോകാറുണ്ടോ? ഇന്ന് നിങ്ങൾ എത്ര പേര് പോകുന്നു? ക്ലാസ്സിൽ ഒരു ടീച്ചർ നമ്മുടെ അടുത്ത് പഠിപ്പിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിലൊരു വിശ്വാസ്യത ഇല്ല. സംശയം തോന്നി നമുക്ക് ഉടനെ സെർച്ച് ചെയ്താൽ കിട്ടും. ആ നിലയിലോട്ട് ടെക്നോളജി വളർന്നു. ആ ടെക്നോളജി വളർന്ന ലോകത്ത് നിന്നുകൊണ്ട്
നമ്മുടെ കുട്ടികളുടെ കയ്യിൽ എല്ലാ നോളജും അവന്റെ കയ്യിൽ കൊടുത്തിട്ട് അവരുടെ വിരൽ തുമ്പിൽ കൊടുത്ത ഒരു 10-12 വർഷമാണ് ഇപ്പോൾ കടന്നു പോയിരിക്കുന്നത്. അതായത് 10-12 വർഷം കൊണ്ടാണ് ഈ വളർച്ച ഇന്ത്യക്കകത്ത് അല്ലെങ്കിൽ ഭാരതത്തിനകത്ത്. അപ്പൊ ഈ വളർച്ച സംഭവിച്ചപ്പോൾ എന്ത് പറ്റി? അന്ന് 12-13 വയസ്സായിരുന്ന കുട്ടികൾ ഇന്ന് 25 വയസ്സായപ്പോൾ എന്തായി മാറി? അവര് നോളജഡായി. അവരുടെ കയ്യിലെല്ലാം ഉണ്ട്. അവരുടെ അടുത്ത് 40 വർഷത്തെ ചരിത്രവും നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതന്ന് ഹിസ്റ്ററി വെറുതെ പഠിക്കാന്നുള്ളേ ഉള്ളൂ. അങ്ങനെ പഠിച്ചാൽ അവര് അതിന്റെ അപ്പുറത്ത് ഞാൻ ഹിസ്റ്ററി പറഞ്ഞ 50 വർഷത്തെ ഹിസ്റ്ററി പറഞ്ഞാൽ അവർ 100 വർഷത്തിന്റെ പുറകിൽ പോകും. പിന്നെ അവർ 200 വർഷത്തിന് പുറകിൽ പോകും. പിന്നെ 1000 വർഷത്തിന് പുറകിൽ പോകും. ആ ചരിത്രങ്ങളൊക്കെ നമ്മൾ തോണ്ടിയെടുക്കുമ്പോഴത്തേക്കും പിള്ളേർക്ക് അറപ്പ് തോന്നും. നിങ്ങൾ പ്രേക്ഷകർ ചിന്തിക്കേണ്ട കാര്യമാണ് കേൾക്കുന്നത്. പിള്ളേർക്ക് അറപ്പ് തോന്നില്ലേ? എനിക്ക് പഴയ ഹിസ്റ്ററി എടുത്ത് വെച്ചിട്ട് പലതും വായിക്കുമ്പോഴും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കേണ്ടി വരികയും ചെയ്യുമ്പോഴും പലതും എടുക്കുമ്പോഴും അറപ്പും വെറുപ്പും തോന്നുകയും നമ്മുടെ സമൂഹം ഇത്രയും നികൃഷ്ടമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെയാണോ പുതിയ കുട്ടികൾ ഏറ്റവും ടെക്നോളജിയിൽ ഏറ്റവും സൗകര്യത്തോടെ അത്യാവശ്യം മോശമില്ലാതെ വളരുന്ന കുട്ടികൾ. അങ്ങനെ ഒരു ലോകത്തിരിക്കുന്ന കുട്ടികളെടുത്ത് നമുക്ക് അധികം കള്ളമൊന്നും പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റൂല. അതാണ് പ്രേക്ഷകരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ എത്ര കള്ളം പറഞ്ഞാലും പിള്ളേരെ തോണ്ടി പിടിക്കും. ഇനി ഇന്റർനെറ്റൊക്കെ നിങ്ങൾ കട്ട് ചെയ്ത് നോക്കൂ. ഇന്റർനെറ്റ് പകരം ഇപ്പൊ മറ്റെന്തൊക്കെ സംവിധാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇനി കുറച്ചു കാലം കൂടെ കഴിഞ്ഞ് ഇന്റർനെറ്റേ വേണ്ടാത്ത അവസ്ഥയാവും. നിങ്ങളെ വീട്ടില് നിങ്ങളെല്ലാവരും ഒരു സാറ്റലൈറ്റ് ആവും. കാരണം ഒരു ചിപ്പ് നമ്മുടെ ദേഹത്തോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കയ്യിൽ ഘടിപ്പിക്കുന്ന കാര്യമുള്ളൂ. സാറ്റലൈറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റേ നമുക്ക് വേണ്ടാത്ത ഒരു സ്റ്റേജിലെത്തും. കാരണം അത്രയ്ക്കാണ് നമ്മുടെ പ്രകൃതിയിലുള്ള സിഗ്നലുകൾ. ഇതെല്ലാം ക്രോഡീകരിക്കുന്ന ലെവലിലോട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആയുർവേദമൊക്കെ 200 മുതൽ 500 വർഷം വരെയൊക്കെ മിനിമം അടുത്ത കാലത്തെത്തും. പിന്നെ അത് കഴിഞ്ഞ് 1000 വർഷമായാലും മനുഷ്യൻ മരിക്കാത്ത അവസ്ഥയിലെത്തും. ഇത് ഞാൻ പറയണട്ടെ, വളർച്ച പറയണതാണ്. അപ്പൊ അത്രയും നമ്മുടെ പിള്ളേരുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ എത്ര കാലം നമ്മുടെ പിള്ളേരെ അടിച്ചമർത്തും? പിള്ളേരുടെ അടുത്ത് ഇല്ലാത്തത് പറഞ്ഞ് ഞാൻ എത്ര കാലം കള്ളം പറഞ്ഞ് എൻ്റെ കുട്ടിയെ വീട്ടിലിരുത്തും? സമൂഹത്തിലെ പിള്ളേരെ വീട്ടിലിരുത്തും. ഞാനും ഒരു അധ്യാപകൻ കൂടിയാണ്. എത്ര കാലം നമുക്ക് കുട്ടികളെ കള്ളം പറഞ്ഞ് സ്കൂളിൽ പിടിച്ചിരുത്താൻ പറ്റും? അവർ സ്കൂളിൽ ചിലപ്പോൾ പേടിച്ചിരിക്കുകയുള്ളൂ. അവർക്കറിയാം ടീച്ചർ കള്ളം പറയുകയാണ്, സ്കൂളിലെ പ്രിൻസിപ്പാൾ കള്ളം പറയുകയാണ്, സ്കൂളിലെ മാനേജ്മെന്റ് കള്ളം പറയുകയാണ്, സ്കൂളുകളൊന്നും തന്നെ നമുക്ക് വേണ്ടി ഒന്നും ചെയ്തു തരുന്നില്ല. ഇന്നത്തെ ടെക്നോളജിക്ക് ഇന്നത്തെ ആധുനിക സൗകര്യത്തിനും കുട്ടികളുടെ കഴിവിനനുസരിച്ച് ഒന്നും ചെയ്തു തരുന്നില്ല എന്ന് കുട്ടികൾക്കറിയാം. പക്ഷെ അവർ പേടിച്ച് മിണ്ടൂല. പിണ്ടിയേറ്റു സ്കൂളിലെ വയലന്റായി, മോശം കുട്ടിയായി, പിന്നെ അവന് TC കൊടുക്കുന്ന ലെവലായി, മറ്റു കാര്യങ്ങളായി. അങ്ങനെ നമ്മൾ പറയില്ലേ, നമ്മൾ ചോദ്യം ചെയ്യുന്നവരെല്ലാവരും തന്നെ മോശം കുട്ടികളും മര്യാദക്കിരുന്ന് ബുജിയായിട്ട് പഠിക്കുന്നവരെല്ലാവരും നല്ല കുട്ടികൾ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ആ രീതിയിലാണ് നമ്മുടെ ഒരു അച്ചുതണ്ടിൽ വാർത്തെടുത്ത ശില്പങ്ങളാണ് നമ്മുടെ പിള്ളേരൊക്കെ. ആ ഒരു ദയനീയ അവസ്ഥയിലാണ്. ആ കാലം പോയെന്നാണ് ഞാൻ പറയുന്നത്. കുട്ടികളിപ്പോ എന്തായി? കുട്ടികളിപ്പോ നല്ല എന്ത് പറ്റി? പുതിയ ടെക്നോളജി കിട്ടിയപ്പോൾ ടീച്ചർ ക്ലാസ്സിൽ എന്ത് മണ്ടത്തരം പറഞ്ഞാലും പിള്ളേർ തോണ്ടിഞ്ഞെടുക്കും. അനാവശ്യപരമായ എന്ത് പറഞ്ഞാലും അത് ഏത് കാര്യമാവട്ടെ. ഞാൻ പറഞ്ഞ കുട്ടികളവിടെ ക്ലാസ്സിൽ മിണ്ടൂലായിരിക്കും. പക്ഷെ ഇതെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയണത്. മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന അവര് കാലക്രമേണ പഴയ ആൾക്കാർ തന്നെ കുട്ടികളുടെ പുറത്ത് അനാവശ്യ കാര്യങ്ങൾ വീണ്ടും വീണ്ടും അടിച്ചേൽപ്പിക്കുമ്പോൾ കുട്ടികൾ എന്ത് പറ്റും? വയലന്റായി പുറത്തിറങ്ങും. ആ വയലൻസ് ഒരു തെറ്റാണോ പ്രേക്ഷകരെ? നിങ്ങളെ ഒരു കൂട്ടിൽ കൂട്ടിയിട്ടിട്ട് അടച്ചിട്ടിട്ട് അല്ലെങ്കിൽ നിങ്ങളെ എല്ലാം കൺട്രോൾ നമ്മുടെ കയ്യിൽ ഇരിക്കുക എന്ന് പറയുന്നത് പുതിയ ജെന്നിന്റെ മുമ്പിൽ നടക്കുന്ന കാര്യമുണ്ടോ? Z ജെന്നിന്റെ മുമ്പിൽ, ഇനി വരാൻ പോകുന്ന ജെന്നിന്റെ മുമ്പിൽ. കാരണം ടെക്നോളജി അത്രയും വളർന്നു, കുട്ടികൾ അത്രയും അറിവ് നേടി. അതുകൊണ്ട് തന്നെ കുട്ടികളെ നിങ്ങൾ എത്ര തന്നെ സ്കൂളുകളായാലും മറ്റ് നമ്മുടെ മതസംഘടനകളായാലും, അത് ഏത് മതസംഘടനകളുണ്ട്, രാജ്യം ഭരിക്കുന്നവരായാലും, നിങ്ങൾ എത്ര തന്നെ പല മേഖലയിൽ കൂടി നിയമസംഹിതകൾ കൊണ്ടും മറ്റും അടച്ചിട്ടുമ്പോൾ സംഭവിക്കണത് എന്താണ്? കുട്ടികൾ നോളജാണ്. കുട്ടികൾ താമസിക്കാതെ സഹിയിട്ട് അവർ പുറത്തിറങ്ങുമ്പോൾ വിപ്ലവം സംഭവിക്കും. ഈ വിപ്ലവം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. വിപ്ലവം എന്ന് പറഞ്ഞാൽ അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അങ്ങനെ ഒന്നിന്റെ അല്ല. വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാതന്ത്ര്യമാണ്, ഫ്രീഡം. ഈ ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്തും ഫ്രീഡം എന്നല്ല ഈ പറയണത്. നമ്മൾ ഒരാളെ, ഒരു സമൂഹത്തെ അടിച്ചമർത്തുമ്പോൾ ആ സമൂഹം അറിവ് നേടുമ്പോൾ, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. സമൂഹം അറിവ് നേടുകയും ആ അറിവ് തിരിച്ചറിവായി മാറുകയും ചെയ്യും. ഈ തിരിച്ചറിവായിട്ട് മാറുകയും ചെയ്യുമ്പോൾ വിപ്ലവം ഉണ്ടാവും. അവർ പുറത്തിറങ്ങും. അവർ സഹിച്ചിരിക്കുന്നതിന്റെ പരിധി കഴിയും. പിന്നെ അവർ പുറത്തിറങ്ങി
എന്താണോ അപ്പോഴുള്ള ഓപ്ഷനിലോട്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അത് വയലൻസ് ആവും, പിന്നെ അതൊരു വിപ്ലവം, പിന്നെ അതൊരു കുരുക്ഷേത്ര യുദ്ധമായിട്ട് മാറും. ഇങ്ങനെ ഇത് സംഭവിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ സംഭവിക്കുന്നതിന്റെ റൂട്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ സംഭവങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നത്, ഇനി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. മതമില്ലാതെ കാലക്രമേണ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണോ കുട്ടികളുടെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാതെ, രാജ്യത്തിന്റെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാതെ കാര്യങ്ങൾ നീക്കുമ്പോൾ അവരെല്ലാരും തന്നെ 50 25 വർഷത്തിനകത്ത് ലോകം കണ്ട വിഡ്ഢികൾ എന്ന് അറിയപ്പെടും. അതിൽ എത്ര മിനിസ്റ്റർമാരുണ്ടെങ്കിലും, എത്ര പ്രൈം മിനിസ്റ്റർമാരുണ്ടെങ്കിലും, ആ സെക്ഷനിൽ എത്ര പ്രസിഡന്റുമാരുണ്ടെങ്കിലും, എത്ര എം പിമാരുണ്ടെങ്കിലും, എത്ര MLA മാരുണ്ടെങ്കിലും, എത്ര വാർഡ് മെമ്പർമാരുണ്ടെങ്കിലും, ബ്ലോക്ക് മെമ്പർമാരുണ്ടെങ്കിലും, ഡിസ്ട്രിക്ട് മെമ്പേഴ്സ് ഉണ്ടെങ്കിലും, ഇവരിൽ ഇങ്ങനെ സ്വഭാവമുള്ളവരെല്ലാരും തന്നെയും ഇനി വരുന്ന ലോകത്തിൽ ജീവിച്ചിരുന്ന വിഡ്ഢികൾ എന്ന് ആയിരിക്കും അറിയപ്പെടുന്നത്. ജീവിച്ചിരുന്ന വിഡ്ഢികൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതിൽ കൂടുതലൊരു മോശവാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. വിഡ്ഢികൾ എന്നുള്ളതിന് കാര്യം ജീവിച്ചിരുന്ന വിഡ്ഢികൾ എന്ന് പറഞ്ഞ് അടുത്ത ജൻ തൂക്കിയിട്ടലക്കും. അതാണ് സംഭവിക്കുന്നത്. അതാണ് ഞാൻ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങൾ കാലമൊക്കെ മാറി, കുട്ടികൾ നോളജിലാണ്. സ്കൂളുകള് ഈ അടിച്ചേൽപ്പിക്കുന്ന സിസ്റ്റം ഒന്നുമല്ല. കുട്ടികളുടെ കയ്യിൽ ടെക്നോളജി ഉണ്ട്. ഇനി ടെക്നോളജി കട്ട് ചെയ്തിട്ട് ഇനി ഒരു കാര്യവുമില്ല. കാരണം അത് ബ്ലാക്കായിട്ട് വരും. ബ്ലാക്കായിട്ട് ടെക്നോളജി കയ്യിൽ കിട്ടും. ആ നിലയിലോട്ട് കാര്യങ്ങൾ മാറി. അങ്ങനെയുള്ള ഈ ലോകത്ത് അടിച്ചമർത്തപ്പെട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു ഫസ്റ്റ് പാർട്ടാണ് CJP, ക്രോക്രോച്ച് ജനതാ പാർട്ടി. ക്രോക്രോച്ച് ജനതാ പാർട്ടി ഇപ്പൊ വിജയം നേടിയിരിക്കുകയാണ്. അതെങ്ങനെ സംഭവിച്ചതാണ്? ഞാൻ പറഞ്ഞു വന്ന റൂട്ടിലല്ലേ. ഇപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് സംഭവിക്കണത് ഞാൻ പറഞ്ഞില്ല. അടുത്ത് വരാൻ പോകുന്ന മറ്റൊരു പ്രധാന വിഷയം, ഇതേ റൂട്ടിൽ വെച്ചിട്ട് സ്കൂളുകളിലെ കുട്ടികൾ ഇപ്പൊ പുറത്തിറങ്ങി സമരം തുടങ്ങി. മുൻപ് സമരം ചെയ്യണത് രാഷ്ട്രീയ പാർട്ടികൾ ആഹ്വാനം ചെയ്തിട്ടാണ്. ഞാനും ചെയ്തിട്ടുണ്ട് ധാരാളം അന്നത്തെ കാലത്ത്. അത് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ കീഴിലാണ്. നമ്മൾ അവർ പറയണ കേട്ടിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല സമരം ചെയ്യുന്നത്. ഇന്നത്തെ കുട്ടികൾ ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടല്ല സമരം തുടങ്ങിയിരിക്കുന്നത്. സ്കൂൾ കുട്ടികൾ അവർക്ക് അവരുടെ അധ്യാപകരില്ല. സയൻസിന് അധ്യാപകരില്ല, മാത്സ് പഠിപ്പിക്കാൻ അധ്യാപകരില്ല, അവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ അധ്യാപകരില്ല. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അധ്യാപകരില്ലാത്തതിന്റെ കാര്യം എന്താണ്? സാധാരണ കുട്ടികൾ കൂടുതൽ നോളജ് നേടരുത്. കൂടുതൽ നോളജ് നേടിയാൽ എന്ത് പറ്റും? അവർ ചോദ്യങ്ങൾ ചോദിക്കും, അവർ വലിയ തൊഴിലുകൾ കണ്ടെത്തും, പുതിയ മേഖലയിലോട്ട് അവർ പാഞ്ഞു പോകും. അപ്പൊ അടിമകളെ കിട്ടില്ല. കറക്റ്റ് അല്ലേ? ഇനി സയൻസ് നന്നായിട്ട് കുട്ടികൾ പഠിച്ചാൽ സംഭവിക്കുന്നത് എന്താണ്? മതത്തോടുള്ള പ്രീണനം കുറയും. സയന്റിഫിക്കൽ ടെമ്പർ കുട്ടികളിലുണ്ടാവും. സയന്റിഫിക്കൽ ടെമ്പർ കുട്ടികൾ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് എന്തിനാണ്? പുതിയ കാര്യങ്ങൾ കണ്ടെത്തുക. നിങ്ങൾ നോക്കിക്കേ, സയന്റിഫിക്കൽ ടെമ്പർ ഇല്ലാത്ത ഒരു സമൂഹത്തെ കുറിച്ച്. സയന്റിഫിക്കൽ ടെമ്പർ ആയിട്ടുള്ളവർ കണ്ടുപിടിച്ച വസ്തുക്കളാണ് നമ്മളെല്ലാവരും അനുഭവിക്കുന്നത്. വീട്ടിലെ കറണ്ട്, നിങ്ങളുടെ വീട് കെട്ടാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ്, നിങ്ങളുടെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു പെന്ന്, എൻ്റെ കയ്യിലിരിക്കുന്ന കണ്ണാടി, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഷർട്ട്, ഈ ബട്ടൺസ് തയ്ക്കുന്ന സൂചി, എക്സാമ്പിൾ പറയാനാണ്. ഈ ബാക്കിയിരിക്കുന്ന എക്യുപ്മെന്റ്സുകളെല്ലാം, സാറ്റലൈറ്റ്. ഇനി നമ്മൾ ചൊവ്വയും കഴിഞ്ഞ് വ്യാഴവും കഴിഞ്ഞ് യുറാനസും കഴിഞ്ഞ് നെപ്റ്റ്യൂണും കഴിഞ്ഞ് പ്ലൂട്ടോയിൽ പോയിരിക്കണം നമ്മൾ. മിൽക്കി വേ കഴിഞ്ഞ അടുത്ത് എങ്ങനെ ബ്ലാക്ക് ഹോളിന്റെ അകത്ത് ചെന്നിട്ട് അടുത്ത പുറത്തോട്ട് ചാടാന്ന് ചിന്തിക്കും പിള്ളേര്. അങ്ങനെ ചിന്തകൾ വൈഡായി പോവും കുട്ടികൾ. ഇത് ഇങ്ങനെ സയന്റിഫിക്കൽ ടെമ്പർ കൊണ്ട് കണ്ടുപിടിച്ച സാധനങ്ങളെല്ലാം നമ്മളെ കയ്യിൽ എന്തുണ്ട്? ഞാനിപ്പോൾ ചെയ്യുന്ന ബ്ലോഗ് പോലും, എന്റെ വോയിസ് പിടിച്ചെടുക്കണ ഈ വോയിസർ പോലും, ഇങ്ങനെ സയൻസ് പരമായിട്ട് കണ്ടെടുക്കാത്ത ഏതെങ്കിലും ഒരു വസ്തു കൊണ്ടാണോ നിങ്ങളുടെ കുടുംബം ഇന്ന് നിങ്ങളുടെ വീട് ജീവിക്കുന്നത്? എന്തെങ്കിലും നിങ്ങൾക്ക് മാറ്റി നിർത്താൻ പറ്റുമോ? സയന്റിഫിക്കൽ ടെമ്പർ അല്ലാതെ ദൈവം സൃഷ്ടിച്ചു തന്ന എന്തെങ്കിലും ആണോ നിങ്ങളുടെ വീട്? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈല്, നിങ്ങളുടെ കണ്ണിൽ കാഴ്ച പറയുമ്പോൾ പോകുന്നുണ്ടല്ലോ എല്ലാവരും, ഈ കണ്ണാടി വയ്ക്കുന്നത് എന്തെങ്കിലും സയന്റിഫിക്കൽ ടെമ്പർ കൊണ്ടുണ്ടാക്കിയെടുത്തതല്ലാതെ ദൈവ സൃഷ്ടിയോടുകൂടി നിങ്ങൾ ഇരിക്കുന്ന എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരിക്കണം. നിങ്ങൾ ഇരിക്കുന്ന ചെയർ പോലും. അപ്പൊ സയന്റിഫിക്കൽ ടെമ്പർ, സയൻസ് കുട്ടികൾ പഠിച്ചാൽ ഉണ്ടാവുന്നത് സയന്റിഫിക്കൽ ടെമ്പർ ഉണ്ടാവും. സയന്റിഫിക്കൽ ടെമ്പർ ഉണ്ടാവുമ്പോൾ എന്ത് സംഭവിക്കും?
ചൂഷണം ചെയ്യാൻ പറ്റില്ല കുട്ടികളെ. അവർക്ക് ചിലപ്പോൾ കുറെ കുട്ടികൾക്ക് മതവിശ്വാസം ഉണ്ടാവും, ചിലർക്ക് മതത്തിലില്ലാത്ത ഈശ്വര വിശ്വാസം ഉണ്ടാവും, ചിലർക്ക് ഒന്നിലും വിശ്വാസം ഉണ്ടാവില്ല, ചിലർക്ക് പ്രകൃതിയിലുമായിരിക്കും വിശ്വാസം. എന്നെ പോലെയുള്ളവർ അങ്ങനെ ഒരു മൈൻഡാണ്. കാരണം സയന്റിഫിക്കൽ ലെവലായതുകൊണ്ട് പ്രകൃതി എന്താണെന്ന് വെച്ചാൽ അതിന്റെ ആട്ടോ റൊട്ടേഷൻ അത് പ്രകൃതി നിയമമാണ്, പ്രകൃതിയുടെ ലീലാവല, അതുപോലെ അതിനൊപ്പം ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ. അങ്ങനെ വ്യത്യസ്തരായ കുട്ടി ഉണ്ടാവും. അടിമകളെ കിട്ടില്ല, അവിടെയും അടിമയെ കിട്ടില്ല. അപ്പോൾ സയൻസിന് അധ്യാപകരില്ല. ഞാൻ പറഞ്ഞ കുട്ടികൾ സമരം ചെയ്യുന്ന കാര്യമാണ് മനസ്സിലാക്കുന്നത്. മാത്സിന്റെ കൺട്രോൾ ടു സെൽഫ് വേരിയേഷൻ പഠിച്ചാൽ മാത്രമാണ് അത് പിന്നെ മിടുക്കരായ കുട്ടികളിൽ, അതിൽ ചില മിടുക്കരായ കുട്ടികൾ ഫിസിക്സ് കെമിസ്ട്രി പോലെയുള്ളതിൽ പ്രഗത്ഭരാകുകയും നമ്മൾ സാറ്റലൈറ്റൊക്കെ നിൽക്കണേക്ക് ഒരു മാത്തമാറ്റിക്സ് കണക്കിലാണ്. സൂര്യഗ്രഹങ്ങളായാലും നമ്മുടെ മിൽക്കി വേ ആയാലും ബ്ലാക്ക് ഹോളൊക്കെ ആയാലും അതിനകത്തൊക്കെ ഒരു സയന്റിഫിക്കൽ ലോ ഉണ്ട്. ഈ ലോ മനസ്സിലാക്കുമ്പോൾ പിന്നെ നമുക്ക് വല്ല വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ട് അതാണ് ഈ ലോകത്തെ കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ കുട്ടികൾ കേൾക്കുമോ? എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ കേൾക്കില്ല. നമ്മളെ പിള്ളേര് കേൾക്കുമോ? അപ്പോ ഇത്തരം കാര്യങ്ങള് കുട്ടികൾക്ക് എത്തിക്കാതിരിക്കുന്നതിന്റെ പിന്നിലുള്ള വർക്ക് നിങ്ങൾ മനസ്സിലാക്കണം. ടീം വർക്ക്. അങ്ങനെ ഒരു ടീം വർക്ക് ചെയ്ത് ഏതെങ്കിലും രാജ്യം പോകുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സമൂഹം പോകുന്നുണ്ടെങ്കിൽ, ഒരു വീട് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ കൃത്യമായുള്ളൊരു അജണ്ടയുണ്ട്. എന്താണ് അജണ്ട? അതിനെയാണ് പറയണത് മേധാവിത്വം. മറ്റുള്ളവനെന്നും എന്റെ കീഴിൽ അടിമയായിട്ട് ചവിട്ടി തേക്കാൻ കണക്കാക്കി എനിക്ക് സർവീസ് തരാൻ ചെയ്യാൻ മാത്രം ഇരിക്കണം. അവൻ അറിവ് നേടിയാൽ അവൻ പല കാര്യങ്ങൾ തിരിക്കും. അതിന് പകരം എനിക്ക് മേലാളത്തെ ചിന്തമാണെങ്കിൽ ഞാനിതേ ചെയ്യും. അവിടെ അവൈലബിലിറ്റി കൊടുക്കാതിരുന്നാൽ മതി. ഒരാൾക്ക് വിദ്യാഭ്യാസം എപ്പോൾ നമ്മൾ നൽകുമോ അപ്പോൾ മുതൽ അവൻ അറിവ് തേടാൻ ആരംഭിക്കും. വിദ്യാഭ്യാസം അറിവാവുകയും അറിവ് പിന്നെ തിരിച്ചറിയാൻ ആകുന്ന ഒരു ഘട്ടത്തിലോട്ടാവും അവർ പോകുമ്പോൾ അവരുടെ ചിന്താശേഷി ഉയരുകയും അവരിൽ മറ്റു മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ അവരെ ആരെങ്കിലും എന്റെ അടിമയായിട്ട് കിട്ടും. അപ്പൊ ഇത്തരം രീതിയിൽ കുട്ടികളെടുത്ത് ചെയ്തതിന്റെ ഫലമാണ് കുട്ടികൾ ഇപ്പൊ സ്കൂൾ കുട്ടികൾ 8ലും 9ലും 10ലും 7ലും പഠിക്കുന്ന കുട്ടികള് തന്റെ സ്കൂളിൽ സബ്ജക്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ പുറത്തുനിന്ന് സമരം ചെയ്തു തുടങ്ങി. ഇതെല്ലാം ഉണ്ടാകുമെന്ന് ഞാനൊരു 10 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കണം. അത് ഞാൻ ആരടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലാക്കണം. 10 വർഷമായിട്ട് ഞാൻ റെഗുലറായിട്ട് എൻ്റെ RSS സുഹൃത്തുക്കൾക്കും BJP സുഹൃത്തുക്കൾക്കും ഞാൻ പറയുന്നുണ്ട്. ഒരു 15-20 വർഷത്തിന് മുമ്പേ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളടുത്ത് പറയുന്നുണ്ട്. തലമൂത്ത് കിടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അതിനൊപ്പം തന്നെ ഞാൻ അതിനുമ്പേ കോൺഗ്രസിലെ എൻ്റെ സുഹൃത്തുക്കളടുത്ത് പറയുന്നുണ്ട്. കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ചേഞ്ച്. പകരം നിങ്ങളെ കെട്ടിയിടാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ അടിത്തറ നിങ്ങളെ ഇളക്കിക്കളയും. കോൺഗ്രസിന്റെ അടിത്തറ ഇളകിപ്പോയോ? എന്തായി? അവർക്കും ഒരു മതപ്രീണനം ഉണ്ടായിരുന്നില്ലേ? ഒപ്പം എല്ലാ കാര്യത്തിലും ശ്രദ്ധിച്ചിട്ടില്ല. നന്നായിട്ട് ഇത്രയും കാലം 65 വർഷം നന്നായിട്ട് തെറ്റില്ലാതെ കൊണ്ടുപോയവർ തന്നെയാണ്, ഇല്ലെന്നൊന്നും പറയണില്ല. പക്ഷെ അടിത്തറ ഇളകിയോ? കാരണം കാലം മാറിയിരിക്കുന്നു. കുട്ടികളെ നിങ്ങൾക്ക് പഴയതുപോലെ വച്ചിരിക്കാൻ പറ്റില്ല. ടെക്നോളജി വന്നു. രണ്ടാമത് അടിത്തറ പിന്നീട് ഇളകി പോയിരിക്കണായിരിക്കും. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്. ഇപ്പോൾ ഉണ്ടെന്ന് പോലും തോന്നൂല. നമ്മളെ കേരളത്തിൽ കിടന്ന് കുറെ പേര് ചലക്കുന്നുണ്ട്. എവിടെയൊക്കെ മുക്കിന്റെ മൂലയിൽ ഇരുന്നിട്ട് എന്തായി അടിത്തറ പൊട്ടിയോ? മേജർ പാർട്ടികളിൽ ഇത് കേന്ദ്ര ഗവൺമെന്റ് ഇതിനിടയിൽ വന്ന കുറെ ജനതാ പാർട്ടികൾ, മറ്റു പാർട്ടികളുണ്ട്, ജനതാദളൊക്കെ. ഇവരെയൊക്കെ അടിത്തറ എന്തായി? പൊട്ടിപ്പോയോ? ഓരോ 10 വർഷം കഴിയുമ്പോൾ പൊട്ടണം. ഇനി അങ്ങോട്ട് പെട്ടെന്ന് പൊട്ടുമെന്ന് ഓർമ്മ. ഇപ്പൊ പൊട്ടിയിരിക്കുന്ന ആരാണ്? BJPയുടെ അടിത്തറ പൊട്ടിയോ? RSSന്റെ അടിത്തറ പൊട്ടണോ? ഇത് ഞാൻ പൊട്ടുമെന്ന് ഞാൻ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളടുത്ത് 2015 മുതൽ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തി. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത് ഞാൻ രാഷ്ട്രീയപരമായിട്ട് BJP മോശമെന്നോ കമ്മ്യൂണിസ്റ്റ് മോശമെന്നോ കോൺഗ്രസ് മോശമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അടിത്തറ പൊട്ടിപ്പോവും. കാരണം ടെക്നോളജി വളർന്ന് കുട്ടികൾ നോളജ്ഡ് ആവണ്. ഇതാണ് നോളജ് കുട്ടിയെ കൊടുത്ത്. ഇപ്പൊ എനിക്കും എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ പറ്റുകൊണ്ടല്ലേ എനിക്ക് ഇത്രയും വോയിസോടെ ഇത്രയും പവറായിട്ടും കാര്യങ്ങൾ അറിഞ്ഞ് നമ്മൾ സംസാരിക്കുക, രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനും പറ്റണത്, നാട്ടിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റണത്, എന്റെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റണത്, ലോകത്തിനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റണത്. അപ്പൊ എനിക്ക് കിട്ടിയ അറിവൊന്നും ഒരു കുറവല്ല. അന്നത്തെ ചെറിയ അറിവ് പോലും എനിക്ക് വലുതായി മാറി.
ഞാൻ ചിന്തിക്കാൻ പഠിച്ചു, തിരിച്ചറിയാൻ പഠിച്ചു, മതങ്ങൾ ഒരു ഗുണമില്ലെന്ന് പഠിച്ചു, ജാതി കൊണ്ട് കാര്യമില്ലെന്ന് പഠിച്ചു, വർണ്ണവിവേചനം പ്രകൃതിയാലുള്ളതാണ്, വർണ്ണവിവേചനം കൊണ്ട് ഗുണമില്ല, കളർ സ്കിൻ ചേഞ്ചും ബോഡിയിലെ സെൽ ചേഞ്ചും ഒക്കെ പ്രകൃതിയാലുള്ളതാണെന്ന് പഠിച്ചു. ഇതൊക്കെ ഇങ്ങനെ കൊച്ചു കൊച്ചു അറിവിൽ നിന്ന് കിട്ടിയതല്ലേ, വിദ്യാഭ്യാസം കിട്ടിയപ്പോൾ കിട്ടിയതല്ലയോ. പിന്നെ നെറ്റ് സാറ്റലൈറ്റുകൾ വന്ന് നമ്മളെ കയ്യിൽ മൊബൈൽ വന്നും ഇത്രയും ഹൈടെക് വന്നപ്പോൾ എന്ത് പറ്റി, കുറെ കൂടെ അറിവ് നേടി. അപ്പൊ പിന്നെ നമ്മുടെ ചിന്ത മൊത്തം ശരിയാണെന്ന് മനസ്സിലായി. അത്രയും രീതിയിൽ വന്ന ഒരു പഴഞ്ചനായ 76 കാലഘട്ടത്തിലെ 76-80 കാലഘട്ടത്തിലുള്ള എന്നെ പോലുള്ളവർ ഇങ്ങനെ ചിന്തിക്കണമെങ്കിൽ പുതിയ പിള്ളേർ എന്തായിരിക്കും? ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാവരും അടിത്തറകളും അങ്ങനെ ഒരു അടിത്തറയാണ് ഇപ്പൊ അടുത്തിളകിയിരിക്കുന്നത്. ഞാനിത് പ്രേക്ഷകരുടെ അടുത്ത് പറയണത്, ഞാൻ പ്രേക്ഷകരുടെ അടുത്ത് ഓർമ്മിക്കുകയാണ്, നിങ്ങൾക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിച്ചാലും ഏത് മതത്തിൽ വിശ്വസിച്ചാലും ഇതൊക്കെ ഒന്നും തന്നെ ഇനി ശാശ്വതമല്ല. അടിച്ചേൽപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്റെ ദൈവമാണ് വലുതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ശാശ്വതമല്ല. പ്രൂഫാണ്. പിള്ളേർ നോളജിലാണ്, അവർ ചിന്തിക്കാൻ തുടങ്ങി, അവർ തിരിച്ചറിവ് നേടാതിരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ ടെക്നോളജി ഉണ്ട്. ടെക്നോളജി ഉണ്ടെങ്കിൽ പിന്നെ അവനെന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവർ നോക്കുകയാണ്, അവരോടോ. അതിന്റെ പ്രതിഫലനമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവർക്ക് ചെയ്ത. അത് എങ്ങനെ സംഭവിച്ചു? BJP ചെയ്തത് എന്താണ്? ഭാരതീയ ജനതാ പാർട്ടി ചെയ്തത് എന്താണ്? ആദ്യത്തെ പ്രാവശ്യം അധികാരം കിട്ടിയപ്പോൾ രാജ്യത്തിന്റെ ചില കാര്യങ്ങൾ നോക്കി, ഒപ്പം കുറച്ച് മതവും നോക്കി. പിന്നീട് മെല്ലെ മെല്ലെ എന്തായി? ഫുൾ മതത്തിലോട്ട് നീങ്ങി. മതം വെച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. വിശപ്പ് മാറില്ല, ജോലി കിട്ടൂല, തൊഴിലുണ്ടാവോ? നിങ്ങളുടെ വിശപ്പ് മാറുമോ? മറ്റെന്തെങ്കിലും ഉണ്ടാവും? ഇല്ല. അത് കുറച്ചു പേർക്ക് പർപ്പസായിട്ട് പോകാനേ പറ്റൂ. അതൊരു വിശ്വാസം മാത്രമാണ്. എന്ത് പറ്റി? ഓവറായിട്ട് ഇതിലോട്ട് പോയി. പിന്നെ ഇതിലോട്ട് പോയപ്പോൾ ഇപ്പൊ എന്ത് പറ്റി? കുട്ടികളെ നോളജ് ആയപ്പോൾ പുറത്തു വന്നു. ഇതെങ്ങനെ വന്നു? കുറച്ചു പേർക്ക് നല്ല വിദ്യാഭ്യാസവും താഴോട്ടുള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ താഴോട്ടുള്ള സമൂഹത്തിലോട്ട് ആവശ്യമില്ല എന്നുള്ള ഒരു തോന്നല്. അവരെടുത്ത് സംസ്കൃതം പഠിപ്പിക്കലോ? അതാണ് അടിസ്ഥാനപരമായിട്ട് ഞാൻ ചോദിക്കുന്നത്. താഴത്തെ കുട്ടിക്ക് സംസ്കൃതവും ഹിന്ദി, അല്ലെങ്കിൽ താഴത്തെ കുട്ടിക്ക് സംസ്കൃതവും മലയാളവും, അല്ലെങ്കിൽ താഴത്തെ കുട്ടിക്ക് സംസ്കൃതവും ബംഗാളിയും, മുകളിലോട്ടുള്ള പിള്ളേർക്ക് ഇംഗ്ലീഷ്, തമിഴ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, പോർച്ചുഗീസ്, ഇറ്റാലിയൻ, ഇങ്ങനെ എല്ലാ ഭാഷയും മറ്റു ഭാഷകളെല്ലാം പഠിക്കാനുള്ള സൗകര്യം, ഹൈടെക് എഡ്യൂക്കേഷന് ഇങ്ങനെ കൊടുത്ത് അവർ ടോപ്പിലോട്ട് പോകുമ്പോൾ ഇവർക്ക് ഇതും കുറച്ച് മതവും പരമാവധി മതവും ഇങ്ങനെ ഊട്ടിക്കൊടുത്തപ്പോഴത്തേക്കും ടെക്നോളജി വളർന്ന് ലോകം കണ്ട് വളർന്ന കുട്ടികൾക്ക് അത് മനസ്സിലാകാതിരിക്കുമെന്നാണ് വിചാരിച്ചത്. ഞാനതാണ് പറഞ്ഞ 10 വർഷത്തിന് മുമ്പ് പറഞ്ഞു, നിങ്ങളിപ്പോൾ അടിത്തറ നാളെ നിങ്ങൾക്ക് ദോഷമായിട്ട് മാറും. എന്റെ BJP സുഹൃത്തുക്കളുടെ അടുത്ത് നിങ്ങൾ ആരുടെ ചോദിച്ചു നോക്കും. ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്, തർക്കിച്ചിട്ടുണ്ട്, എന്റെ അടുത്ത് പിണങ്ങിയവരുണ്ട്, എന്റെ RSS സുഹൃത്തുക്കളുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ്, ഇവരൊക്കെ എന്റെ അടുത്ത് പിണങ്ങിയിട്ടുണ്ട്. എന്റെ അടുത്ത് ആരും മിണ്ടാറൊന്നുമില്ല അധികം. ഇവരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ അടിത്തറ ഇതുകൊണ്ട് ഇളവുന്നത് ഇങ്ങനെയാണ്. ഇളകി തുടങ്ങിയോ? ഇപ്പൊ എന്തായി? ഇനി ഞാൻ നിങ്ങളുടെ പ്രേക്ഷകർക്കുണ്ട്, ഇതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾ പ്രിയ പ്രേക്ഷകരും ചാനൽ വഴിയൊക്കെ അവരവരെ ന്യായീകരിക്കണു. അതായത് രാഷ്ട്രീയ പാർട്ടിക്കാർ എവിടെ കിടന്നും മറിഞ്ഞൊക്കെ എല്ലാവരും രാജിവെക്കണം. അതൊക്കെ സൈക്കോപാത്തുകൾ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവർ അതിൽ അഡിക്റ്റഡ് ആണ്. എന്ന് പറഞ്ഞാൽ അവര് സൈക്കോ രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും സൈക്കോ പറയുന്ന ഒരാളടുത്ത് എനിക്കൊന്നും പറയില്ല. കാരണം മതത്തിലെ സൈക്കോളെന്ന് നിങ്ങൾക്കറിയാം. എന്റെ ദൈവമാണ്, എന്റെ ദൈവം അല്ലാതെ ആരുമില്ല. ക്രിസ്ത്യാനിസിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തു യഹോവ അല്ലാതെ ആരുമില്ല. മറ്റു മതക്കാരും മറ്റ് ദൈവങ്ങളൊക്കെ മോശം വിശ്വസിക്കണവരാണ്. ഹിന്ദുവിന്റെ അടുത്ത് ചോദിച്ചാൽ അവന്റെ പർപ്പസ്, അവന്റെ ആളെല്ലാം വലുത്. മുസ്ലിമിന്റെ അടുത്ത് ചോദിച്ചാൽ ഇനിയിപ്പോ അള്ളാഹു അല്ലാതെ ആരുമില്ല, മുഹമ്മദ് നബി അല്ലാതെ ആരുമില്ല. ഇങ്ങനെ എണ്ണി പറയും. ഇനി രാഷ്ട്രീയ പാർട്ടിക്കാരുടെ അടുത്ത് ചോദിച്ചാൽ, കമ്മ്യൂണിസ്റ്റുകാരുടെ അടുത്ത് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റുമാണ് ലോകം മൊത്തം എല്ലാം ചെയ്ത അങ്ങ് ഡീസന്റ് ആയി കളയും. മറ്റോ BJPയുടെ അടുത്ത് ചോദിച്ചാൽ പിന്നെ അവന് പിന്നെ ഇങ്ങനെയുള്ള കുറെ കളികളാണ്. ഇനി അതുപോലെ തന്നെ RSSന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവന് സ്വരാജ് ഹിന്ദുത്വവും ഇന്ത്യയുടെ ഹിന്ദുത്വ നിലപാടും ഇങ്ങനെ ബാക്കി ലോകത്തുള്ള എല്ലാവരും മോശം. നമ്മളെ ഒരു 50, 60, 70 കോടി അല്ലെങ്കിൽ 100 കോടി വരുന്ന ഹിന്ദു ജനത മാത്രം കൊള്ളാം. ബാക്കി ലോകത്തുള്ള 750 കോടി ജനവും വേറെ എവിടെ മോശമായിട്ട് ജനിച്ചത്. ഇനി മുസ്ലിമിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിംസ് മാത്രം ടോപ്പ് ആൾക്കാർ, അവർ മാത്രം സ്വർഗത്തിൽ പോകും, ബാക്കി ആരും പോക്കില്ല. ബാക്കിയൊക്കെ ഇതൊക്കെ എല്ലാവരും അല്ല, ഒരു 10-15% ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയാണ്. ഇവരെ കയ്യിൽ അധികാരം കിട്ടുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയണത്. പക്ഷെ അതൊന്നും ഇനി നിലനിൽക്കൂലെന്നാണ് പറയുന്നത്. ഞാൻ കാര്യമില്ല എന്ന് പറഞ്ഞ കാര്യമില്ല. ആ നിലയിലോട്ട് നമ്മുടെ കുട്ടികൾ ടെക്നോളജി വന്നു. ഞാൻ അതാണ് പറയുന്നത്. ഞാൻ ഇപ്പോഴും പറഞ്ഞു പറഞ്ഞ ടെക്നോളജി വന്നു.
ഇപ്പൊ ഇങ്ങനെ വന്നതുകൊണ്ടാണ് ഈ സംഭവിച്ചത്. അപ്പൊ നമ്മുടെ കുട്ടികൾ വരെ, കുഞ്ഞു കുട്ടികൾ വരെ ഇപ്പോ എനിക്ക് ടീച്ചറില്ല, എന്നെ പഠിപ്പിക്കാൻ, ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ടീച്ചറില്ല, സയൻസ് പഠിപ്പിക്കാൻ ടീച്ചറില്ല, മാത്സ് പഠിപ്പിക്കാൻ ടീച്ചറില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്ന നിലയിലോട്ട് എത്തുന്ന നോളജ് കിട്ടിയത് എവിടെ നിന്നാണ്? ടെക്നോളജിയിൽ നിന്നാണ്. അങ്ങനെ നമ്മളെ നോളജ് ആക്കി വെച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തില് ഞാൻ എന്റെ പ്രേക്ഷകർക്ക് ചോദിക്കണേ, പ്രേക്ഷകരിലെ ആദ്യത്തെ ചോദ്യം ഞാൻ അറിയണത് RSSകാരോടാണ്. RSSകാരുടെ മക്കള്, എന്റെ നാട്ടിലെ RSSകാരുടെ മക്കളിൽ 90% പഠിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. അവരെ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിടണ്ട, സംസ്കൃതം മാത്രം പഠിപ്പിക്കൂ. സംസ്കൃതം മാത്രം പഠിപ്പിക്കൂ, ഹിന്ദിയും പഠിപ്പിക്കൂ, എന്നിട്ട് മാതൃഭാഷയും പഠിപ്പിക്കൂ, എന്നിട്ട് നിങ്ങൾ ജോലി അന്വേഷിക്കൂ. എവിടെ ജോലി കിട്ടുവർക്ക്? സംസ്കൃതം പഠിച്ചാൽ നിങ്ങൾ ക്ഷേത്രത്തിൽ ജോലി കൊടുക്കായിരിക്കും. അങ്ങനെ എത്ര പേര് മക്കളെ പൂജാരിയാക്കാൻ പഠിപ്പിക്കുന്നത്? ഒന്ന് പറഞ്ഞേ. എന്റെ നാട്ടിലാരും ഞാൻ കണ്ടിട്ടില്ല. പൂജാരിയായ പോരെ? അന്തസ്സായിട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ CBSE ICC സിലബസോ ആണ് പഠിക്കുന്നത്. ഇനി അഥവാ ഇത്തിരി ബുദ്ധിമുട്ടുള്ളവര് മലയാളം മീഡിയം ഗവൺമെന്റ് സ്കൂളിൽ പോയാൽ അവിടെ പോയിട്ട് അവിടുത്തെ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്. എന്റെ പ്രിയ RSS സഹോദര, ഞാൻ അങ്ങനെയാണ് പറയുന്നത്. എന്റെ പ്രിയ RSS സഹോദര, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് കളിക്കുന്നത്? നിങ്ങളെ മക്കളൊക്കെ അങ്ങ് ടോപ്പിലും പഠിച്ചിട്ട് സാധാരണക്കാരന്റെ മക്കൾ എന്ത് ചെയ്യണം? സംസ്കൃതവും പഠിച്ചിട്ടിരിക്കണോ? സംസ്കൃതം ഒരു മോശം ഭാഷയൊന്നുമില്ല. ഞാനൊരു ഭാഷയായിട്ട് കണ്ടാൽ കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു മലയാളം പോലത്തെ ഒരു സാധാ ലാംഗ്വേജ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കൂ, അങ്ങനെ പഠിപ്പിക്കൂ. എന്റെ പ്രിയ BJP സുഹൃത്തുക്കളെ, നിങ്ങളിത് ചെയ്യൂ. നിങ്ങൾക്കും അങ്ങനെയാണ് നിലപാടാണെങ്കിൽ നിങ്ങളുടെ കുട്ടി സംസ്കൃതം പഠിക്കട്ടെ, സംസ്കൃതവും ഹിന്ദിയും പഠിക്കട്ടെ, മറ്റൊരു ലാംഗ്വേജും പഠിക്കണ്ട, സയൻസും പഠിക്കണ്ട, മാത്സും പഠിക്കണ്ട, ഹിസ്റ്ററിയും പഠിക്കണ്ട. നിങ്ങളെ മക്കൾ അങ്ങനെയാണോ പഠിക്കണേ? എന്റെ നാട്ടിലെ ശരാശരി BJPക്കാരുടെയും ശരാശരി RSSകാരുടെയും മക്കളുടെ 90% പഠിക്കുന്നതും CBSE ICC സിലബസ് ആണ്. 10% കുട്ടികളാണ് ഗവൺമെന്റ് സ്കൂളിൽ പോണത്. 10% കുട്ടികളിൽ അതിൽ 7 പേരും അവിടുത്തെ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്. അവരുടെ മെയിൻ ലാംഗ്വേജ് ഇംഗ്ലീഷ്. അപ്പൊ ഇതെന്താണ് നിങ്ങൾ നടപ്പിലാക്കണത് അയ്യാ? ഇനി വലിയ ജാട പറയണ, ഭയങ്കര ഗവൺമെന്റ് സ്കൂളിൽ ജാട പറയണ കമ്മ്യൂണിസ്റ്റുകാരുടെ മക്കളും, കമ്മ്യൂണിസ്റ്റുകാരുടെ വാർഡ് മെമ്പർ അടക്കമുള്ള എല്ലാവരുടെ മക്കളും പഠിക്കുന്നത് ഇതേപോലെയാണ്. കോൺഗ്രസ്സുകാരുടെ മക്കള് എവിടെ പോയി നിങ്ങളുടെ സ്വരാജ് സ്നേഹം? എവിടെ പോയി നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് സ്നേഹം? എവിടെ പോയി നിങ്ങളുടെ RSS പ്രേമം? എവിടെ പോയി നിങ്ങളുടെ സംസ്കൃത പ്രേമം? എവിടെ പോയി ഹിന്ദു പ്രേമം? നിങ്ങളുടെ മക്കളെ കാര്യം വരുമ്പോൾ ഇതൊന്നും ബാധകമല്ലേ അല്ലേ? അപ്പൊ ബാക്കിയുള്ള കുട്ടികൾ, അപ്പൊ താഴേക്കിടയിലുള്ള കുട്ടികൾ ഇന്നും മറ്റേ തറയിലിരുന്ന് താഴേക്കിടയിൽ കിടന്നിട്ട് നിങ്ങൾ അണ്ടറിലിരിക്കണം. ഇത്തരം രീതിയിൽ പഠിപ്പിച്ചാൽ സംഭവിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പഠിപ്പിച്ചാൽ, ഈ കുട്ടികളെ നിങ്ങൾ അടിച്ചേൽപ്പിച്ചാൽ, കുട്ടികൾ ഇതുപോലെ സമരം ചെയ്യും, പുറത്തിറങ്ങും, വിപ്ലവം നടക്കും. നിങ്ങൾ രാജ്യദ്രോഹ കുറ്റം എന്ന് പറയും. രാജ്യദ്രോഹ കുറ്റം ചെയ്തവരാണ് ഗാന്ധിജി അടക്കം, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ഗോഡ്സെ നിങ്ങളുടെ ഗോഡ്സെ ഉണ്ടല്ലോ, ഗോഡ്സെ, ഇങ്ങനെ നിങ്ങളുടെ പിന്നിലോട്ട് പോയവര്, നിങ്ങളിപ്പോ ഒരു വലിയ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്നവര്, ഇങ്ങനെ പിന്നിലോട്ട് പോയവരൊക്കെ രാജ്യദ്രോഹ കുറ്റം ചെയ്താണ്. ഇതിൽ ആരൊക്കെ എന്തൊക്കെ കുറ്റം ചെയ്തു എന്ന് നിങ്ങൾ നോക്കിയാണ്. ഇവരെല്ലാരും കോടതികളെ വെല്ലുവിളിച്ചവരാണ്, അന്നത്തെ ഭരണ സംവിധാനത്തെ വെല്ലുവിളിച്ചവരാണ്. വെടിവെച്ചു കൊന്ന ഒരാള് ഉണ്ടല്ലോ, നിങ്ങളുടെ പ്രധാനപ്പെട്ട ആള്, അയാളും ഭരണത്തെ വെല്ലുവിളിച്ചതാണ്. ഇതിൽ ഏതൊക്കെ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് ചിന്തിച്ചു നോക്കൂ. ഇതിൽ ഏതൊക്കെ രാജ്യത്തിന് ഗുണമുണ്ടായി, ഏതൊക്കെ ദോഷം ചെയ്തവരാണ്. അതൊക്കെ തന്നെ നമ്മളെ പിള്ളേരും ചെയ്യണുള്ളൂ. അപ്പോ അധികാരം കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ ഹിറ്റ്ലറാവുന്നു, നിങ്ങൾ സ്റ്റാലിനാവുന്നു, നിങ്ങൾ പഴയ ബ്രാഹ്മണിക്കൽ കാണിക്കുന്നു. 10% വരുന്ന ബ്രിട്ടീഷുകാരെ നമ്മളെ ഭരിച്ചതുപോലെ 10% പറഞ്ഞ ബ്രാഹ്മണന്മാരെ ഈ ലോകം മൊത്തം കൈയാളി വെച്ചതുപോലെ അധികാരം കൈയാളി വെച്ച പരിപാടിയിലെ നിങ്ങളും കാണിക്കുന്നത്. അത് നിൽക്കില്ല ഇനി, അത് അന്ന് നിൽക്കും. അന്ന് ടെക്നോളജി ഒന്നുമില്ല, കാര്യങ്ങളൊന്നും അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളെല്ലാവരും ചെയ്യണത് ഇങ്ങനെ, തിരിച്ച് നിങ്ങൾക്ക് താഴെയുള്ളവരെല്ലാവരും ഇങ്ങനെ ജീവിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ ഓരോ RSS പ്രവർത്തകരെടുത്തും, ഓരോ BJP പ്രവർത്തകരെടുത്തും, കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പ്രവർത്തകർക്കും, മറ്റു പാർട്ടിക്കാരടുത്തൊക്കെ ചോദിക്കണം. ഇനി നിങ്ങൾ അങ്ങനെ അല്ല
നിങ്ങളെ അല്ല എന്ന് പറഞ്ഞാൽ തെളിയിച്ചു തരാം. കാരണം നിങ്ങളെ മക്കൾ എവിടെ പഠിക്കണമെന്നുള്ളതിൽ ഇവിടെ നമുക്ക് തന്നെ ആധാർ കാർഡ് അടക്കം നെറ്റിലെല്ലാം അവൈലബിൾ ആണ്. എന്റെ മോൻ എവിടെ പഠിക്കണം എന്ന് വെച്ചാൽ ലോകത്ത് എവിടെയെന്ന് നോക്കിയാലും അറിയാം. എന്റെ മോൻ CBSE സ്കൂളിലാണ് പഠിക്കുന്നത്, ഇപ്പൊ 10ാം ക്ലാസ്സിൽ. അവന്റെ സ്കൂളിൽ എത്ര RSSകാരുടെ മക്കളും എത്ര BJPക്കാരുടെ മക്കളും ഉണ്ടെന്ന് എനിക്കറിയാം. അതിലെത്ര കമ്മ്യൂണിസ്റ്റുകാരുടെ മക്കളുണ്ടെന്ന് അറിയാം, കോൺഗ്രസ്സുകാരുടെ മക്കളൊന്നും ഇതിൽ എത്ര വാർഡ് മെമ്പർമാരെ മക്കളുണ്ടെന്ന് എനിക്കറിയാം, താലൂക്ക് ബ്ലോക്ക് മെമ്പർമാരെ മക്കളുണ്ടെന്നറിയാം, നാട്ടിലെ പ്രവർത്തകരുടെ മക്കൾ എത്ര പേരുണ്ടെന്നറിയാം. ഈ നിങ്ങളാണോ ഈ കളി കളിക്കുന്നത്? അതുകൊണ്ട് ഡാറ്റയുണ്ട്, ഡാറ്റ കയ്യിൽ വെക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, പിള്ളേരെ കയ്യിൽ ഡാറ്റ എത്തുകയാണ്, ഗൂഗിൾ വഴി എല്ലാം എത്തുകയാണ്. സാറ്റലൈറ്റ് കട്ട് ചെയ്താൽ മറ്റു വഴിക്ക് ഇപ്പോൾ എത്തും. അത്രയാണ് ടെക്നോളജി ഉള്ളത്. ഞാൻ പറഞ്ഞു ഇനി സാറ്റലൈറ്റ് ഒന്നും വേണ്ട ഇനി, അല്ലാതെ തന്നെ നമ്മളെ കയ്യിലോട്ട് ടെക്നോളജി മാറുന്ന ലോകമായി. ആ നിലയിൽ എത്തുന്ന കുട്ടികൾ ഈ ലോകത്ത് നിങ്ങൾ ഇനി എത്ര കാലം ഇങ്ങനെ അടച്ചു വെച്ച് കാര്യമില്ല, ഭരിച്ച കാര്യമില്ല. നിങ്ങളുടെ പിന്തിരിപ്പൻ നയങ്ങളെയൊക്കെ മാറ്റണം. മാറ്റിയാൽ നിങ്ങൾ നിൽക്കാം, ഇല്ലെങ്കിൽ അഡ്രസ് ഇല്ലാതായി പോകും. ആ തകർച്ചയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. 65 വർഷം ഭരിച്ച കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ എന്താണ്? ഓരോ മിഡിൽ ക്ലാസ് പാർട്ടികളുടെ അവസ്ഥ എന്താണ്? അതുപോലെ തകർന്നു പോകുന്നു, നിങ്ങൾ തകർന്നു പോകുന്നു. ഞാൻ 10 വർഷം കൊണ്ട് പറയുകയാണ്. ഇനി 0 ആയി പോകും ഇങ്ങനെ പെയ്യാ, വട്ടപൂജ്യം. കാരണം ഒരു 15-20 വർഷം കഴിയുമ്പോൾ കൂടെ ആകുമ്പോൾ നമ്മളെ പിള്ളേർ ടെക്നോളജി സയന്റിഫിക്കിലോട്ടൊക്കെ വളരെ ടോപ്പിലോ പെട്ടെന്ന് കാര്യങ്ങൾ തിരിച്ചറിയണം, അതിബ്രില്യന്റ് പിള്ളേരായി മാറും. അവരെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരെയാണ് നമ്മളെ രാജ്യം നയിക്കാൻ പോണത്. അതാണ് ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യം. അത് നിങ്ങൾ അമേരിക്കയിലേക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. അവിടെ ബിസിനസ്സുകാരും കോടീശ്വരന്മാരൊക്കെ വന്ന് ഭരിക്കും. പക്ഷെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം വേറെ ആ ലെവലാണ്. നിരന്തരമായിട്ട് നമുക്ക് ആരെയും ഒന്നും അടിച്ചേൽപ്പിച്ചൊന്നും ചെയ്യാൻ പറ്റൂല. നമ്മുടെ ടെക്നിക്കൽ, നമ്മുടെ സ്വച്ഛാധിപത്യത്തിന് കീഴിൽ എന്റെ താഴെ ഇരിക്കണ എന്റെ കുട്ടിയെ പോലും എനിക്ക് ഇരുത്താൻ പറ്റൂല, പിന്നെയല്ലേ നാട്ടുകാരെ. ആ ഒരു അവസ്ഥയിൽ നമ്മുടെ നാട് വന്നെത്തിയിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് വാണിംഗ് ആണ് ഞാൻ പറയുന്നത്. ഇത് വാണിംഗ് ആണ്. എഡ്യൂക്കേഷൻ, കുട്ടികളുടെ അടിസ്ഥാന കാര്യങ്ങളും എല്ലാത്തിലും നിങ്ങളുടെ കാര്യങ്ങൾ തള്ളിക്കയറ്റുകയും പാഠപുസ്തകങ്ങളെല്ലാം തന്നെ പലരും മാറി ഇതിൽ ആരും മോശമല്ല. കോൺഗ്രസ്സുകാർ മോശമല്ല, കമ്മ്യൂണിസ്റ്റുകാർ മോശമല്ല, BJPക്കാർ മോശമല്ല, RSSകാർ മോശമല്ല. സ്കൂളുകളിലൊന്നും ഇതിന്റെ ഒന്നും ആവശ്യമില്ല. സ്കൂളുകളിൽ അതാത് കാര്യങ്ങളെ പഠിക്കേണ്ടതുള്ളൂ. കുട്ടികൾ അത് തിരിച്ചറിയേണ്ട കാര്യങ്ങളുണ്ട്, ടെക്നിക്കലി ടെക്നോളജിക്കലി എല്ലാം. അല്ലാതെ നമ്മളിവിടുത്തെ ഒരു അനാവശ്യ കാര്യങ്ങളും കുട്ടികളെ പഠിക്കേണ്ടതില്ല. അതിനിവിടെ പഠിപ്പിക്കാൻ കരുതി എല്ലാ മതത്തിലും മതമേലാളന്മാരുണ്ട്. പള്ളിയിലാണെങ്കിൽ കുറെ പാതിരിമാരുണ്ട്. ക്ഷേത്രങ്ങളിലാണെങ്കിൽ അതിന് നിങ്ങൾക്ക് അതിൻ്റെതായ ശാഖകളും മറ്റു കാര്യങ്ങളും ഉണ്ട്. മോസ്കിലാണെങ്കിൽ ഇഷ്ടം പോലെ അവരെ മോസ്കിന്റെ മതപഠനശാലകളുണ്ട്. എല്ലാത്തിലും ഉണ്ട്. ബുദ്ധമതം നിങ്ങളത് അങ്ങനെയാണെങ്കിൽ അവിടെയുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ഇതെല്ലായിടത്തും ഉള്ള സാധനം നിങ്ങൾ ഇനിയിപ്പോ പാഠപുസ്തകം വഴി കുത്തി നമ്മൾ അണ്ണാക്കിലിറക്കിയാൽ തിരിച്ചിങ്ങനെ വരും. ആ രീതിയിൽ നമ്മളെ കുട്ടികളെ കൊണ്ട് പുറത്തിറങ്ങിയിരിക്കണം. ഞാനിത് 10 വർഷം കൊണ്ട് പ്രവചിച്ചു, ഇനി ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കും. ഞാൻ 90 വയസ്സിൽ ഇതുപോലെ ഇരിക്കും. ഞാൻ 90 വയസ്സിൽ ജീവിച്ചത് ഞാൻ ഇങ്ങനെ തന്നെ പ്രവചിച്ചുകൊണ്ടിരിക്കും. കാരണം അന്നത്തെ 25 വയസ്സായ യുവതലമുറയ്ക്കൊപ്പം ആയിരിക്കും ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇന്ന് 50 വയസ്സായപ്പോഴത്തേക്ക് ഞാനൊരു 25 വർഷം കഴിഞ്ഞ് പ്രവചിക്കുമ്പോൾ അന്നത്തെ 25 വയസ്സായ കുട്ടികൾക്കൊപ്പം ആയിരിക്കും ഞാൻ. കാരണം അന്ന് ഈ സയൻസ് മാറി വേറൊരു നിലയിലെത്തും. എല്ലാം തന്നെയും കുട്ടികൾ ഇതിനേക്കാളും 10 മടങ്ങൂടെ മനസ്സിലായി കഴിയും. ഞാൻ അവർക്കൊപ്പേ യാത്രയേ ഉള്ളൂ. എനിക്ക് വിഡ്ഢിയായിട്ട് മുകളിലിരിക്കാൻ പറ്റില്ല. എവിടെയോ ഉണ്ടാക്കി വെച്ചത് കുറെ തത്വശാസ്ത്രങ്ങളുടെ പേരിൽ, അന്ധവിശ്വാസങ്ങളുടെ പേരിൽ, അനാചാരങ്ങളുടെ പേരിൽ വീട്ടിലിരുത്തിക്കാൻ പറ്റില്ല. വീട്ടിലിരിക്കാൻ എനിക്ക് പറ്റൂല എങ്കിൽ നിങ്ങളുടെ മക്കളെ ഇരുത്തണമെന്നാണ് ഞാൻ പറയണത്. ഇവിടുത്തെ RSSകാരുടെ മക്കളെ ഇരുത്തണം, BJPക്കാരുടെ മക്കളെ നിങ്ങൾ വീട്ടിൽ ഇരുത്തണം. മറ്റുള്ളവർ ഇങ്ങനെ അമിതമായിട്ട് സൈക്കോ പാത്തുകളായിട്ടിരിക്കുന്ന എല്ലാവരെയും മക്കളെ അവരവരുടെ അഡിറ്റിൽ ഇരുത്തണം. എത്ര കമ്മ്യൂണിസ്റ്റുകാരുടെ മക്കളുണ്ട് ഇവിടെ ഇപ്പൊ ഓപ്പണായിട്ട് ഇറങ്ങി സമരം ചെയ്യേ? ഒന്ന് പറഞ്ഞേ. 85% കമ്മ്യൂണിസ്റ്റുകാരുടെ മക്കൾ ഇപ്പൊ വിദേശത്ത് വമ്പൻ ടോപ്പ് സ്ഥലങ്ങളിലാണ്. പിന്നെയാണ് കോൺഗ്രസ്സുകാരന്റെ BJPക്കാരന്റെ കഥ പറയേണ്ടത്. അപ്പൊ ഈ ലോകമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ലോകത്ത് നിങ്ങൾ അടിച്ചമർത്തി കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാവും. ഇത് CJPയുടെ ഭരണ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ കുട്ടികളുടെ സമരമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞതാണ്. ഇതില് CJP എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ചേക്കണം. പുതിയൊരാള് അഭിജിത്ത് ദീപ്കെ നയിച്ചു പോയ ഒരു ഇതാണ്, ഒരു രാഷ്ട്രീയ പാർട്ടി പോലുമല്ല. ഇപ്പോ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ ചെന്ന് അവസാനിച്ചു. ഇത് രസം എന്താണ്? നമ്മുടെ കുട്ടികൾക്കെല്ലാം ലോക്കൽ എഡ്യൂക്കേഷന് ഉടായിപ്പോ. ധർമ്മേന്ദ്ര പ്രധാന്റെ മകള് പഠിച്ചത് എവിടെയാണ്? ടഫ് യൂണിവേഴ്സിറ്റി USA-ലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യങ്ങൾ എന്റെ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവും. ധർമ്മേന്ദ്ര പ്രധാന്റെ മകൾ പഠിച്ചത് ടഫ് യൂണിവേഴ്സിറ്റി. മീഡിയ വഴി പുറത്തു വന്നിരിക്കുകയാണ്. ഞാൻ ഗൂഗിൾ ചെയ്ത് പോലും ഇതുവരെ നോക്കിയിട്ടില്ല. ഇനി വേണ്ട.
ഇവിടത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ തന്നെ പഠിച്ചേ. അല്ലെങ്കിൽ പോട്ട് അവിടുത്തെ ഹിന്ദി സ്കൂളായിക്കോട്ടെ, അപ്പോഴും അവർ ഇംഗ്ലീഷ് പഠിച്ചോ? ആരെയാണ് ഇരട്ടത്താപ്പ് ഉണ്ടാക്കുന്നത്? അപ്പൊ സ്വച്ഛാധിപത്യമല്ലേ ഇതൊക്കെ? ബ്രാഹ്മണിക്കൽ മേധാവിത്വം എന്നല്ലേ ഇതിനെ പറയും? പഴയ ഇന്ത്യയെ സംബന്ധിച്ച്, ഭാരതത്തിനെ സംബന്ധിച്ച് ബ്രാഹ്മണിക്കൽ മേധാവിത്വം അതല്ലേ നടക്കുന്നത്? ആ കാലമൊക്കെ പോയി എന്നാണ് ഞാൻ പറയണത്. ഞാൻ വീണ്ടും അപകടം പറയണ്. അല്ല, എനിക്കിത് പ്രശ്നമൊന്നുമില്ല. കാരണം ഞാൻ അന്ന് എന്റെ നല്ല പ്രായം മുതൽ ഇതിനെയൊക്കെ പ്രതികരിക്കുന്ന ആളും തന്നെയാണ്. ശക്തമായിട്ട് ഞാൻ സിംഗിളായിട്ടൊന്നായിട്ട് എതിർക്കുക. അതുകൊണ്ട് ഞാൻ എല്ലായിടത്തും ഞാൻ തടയപ്പെട്ടിട്ടുണ്ട്. എനിക്കതിൽ ഒരു പേടിയില്ല. കാരണം എനിക്കതിൽ ഗ്യാരണ്ടി ഉണ്ട്. നാളെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് എനിക്ക് നല്ല വീവുണ്ട്, എനിക്ക് ഗ്യാരണ്ടി ഉണ്ട്. അതിന്റെ പുറത്താണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പേടിയില്ല. ഒരു പേടിയില്ലെന്നതിന്റെ ആവശ്യമില്ല. യാഥാർത്ഥ്യം തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ ചെറിയ ബുദ്ധിമതി, ആന ബുദ്ധിയൊന്നും വേണ്ട. തലയ്ക്കകത്ത് പക്ഷെ നമ്മൾ സൈക്കോപാത്ത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ അന്ധവിശ്വാസമാകാൻ പാടില്ല, അന്ധത വരാൻ പാടില്ല. ഇതൊന്ന് കഴിഞ്ഞില്ല. രാജ്നാഥ് സിംഗിന്റെ മകൻ ലീഡ് യൂണിവേഴ്സിറ്റി UK പഠിച്ചിരിക്കുകയാണ്. ജയശങ്കറിന്റെ മകൻ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റി പഠിച്ചിരിക്കുകയാണ്. ആലോചിച്ച് നോക്കണം. പീയൂഷ് ഗോയലിന്റെ മക്കള് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി. ഇത് BJPയുടെ 4-5 പേരുടെ കാര്യങ്ങൾ. ഇനി പ്രിയ നരേന്ദ്രമോദിക്കാണ് ഒരു കുട്ടിയുണ്ടെങ്കിൽ എവിടെ പഠിക്കും? നാം വെറും സംസ്കൃതം പഠിക്കുമായിരുന്ന നരേന്ദ്രമോദി അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കില്ലേ? ഇംഗ്ലീഷ് അനാവശ്യ ഭാഷയെന്ന് പറഞ്ഞ പ്രതിരോധ മന്ത്രി ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടോ? സയൻസ് ഫുൾ ഉപയോഗിക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും എല്ലാം ആകാം, താഴോട്ടുള്ള കുട്ടികൾക്കൊന്നും പാടില്ല. താഴോട്ടുള്ളവ അടിമയായിട്ടിരിക്കണം. ഇത് എക്കാലവും നിൽക്കില്ല. ഇത് ഞാൻ 10-12 വർഷം കൊണ്ട് പറഞ്ഞു തുടങ്ങിയാണ്. അതായത് നിങ്ങളുടെ കാര്യം പറഞ്ഞാണ്. BJPക്കും ഇത് തന്നെ എതിരായിട്ട് മാറുമെന്ന് പറഞ്ഞു. മറ്റ് എന്തൊക്കെ അടച്ച് നിങ്ങൾ എങ്ങനെ നിയമം കൊണ്ട് നേരിട്ടാൽ പോലും ഞാൻ പറഞ്ഞ കാര്യം ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഞാൻ പറയണു, മാറ്റങ്ങൾ വന്ന് ജനങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച് ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ടാക്സ് എടുത്ത് ഭരിച്ചില്ല എങ്കിൽ കാത്തിരിക്കുന്നത് അക്കൗണ്ടേ കാണൂല. അടുത്ത 5-6 വർഷം കഴിയുമ്പോൾ അക്കൗണ്ടില്ല, ഡിലീറ്റ് ആയിപ്പോ ഫുള്ള്. പിന്നെ സെർച്ച് ചെയ്താൽ പറഞ്ഞ ഒരു ഭയങ്കര തമാശകളായിരിക്കും. പിന്നെ അത് ഞാൻ പറയണില്ല, അതൊക്കെ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും പറയാം. ബ്ലോഗ് 10-37 മിനിറ്റായി. ഇനി പിന്നെ മറ്റു കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഇനി ഞാൻ എന്റെ ലാസ്റ്റ് പോയിന്റിലോട്ട് വരികയാണ്. നമ്മുടെ രാജ്യത്ത് 14 മിനിസ്റ്റർമാർ ഭരിച്ചു. ഞാൻ പല പ്രാവശ്യവും എന്റെ പല സുഹൃത്തുക്കളടുത്തും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടില് ഉള്ള ഇതുവരെ ഭരിച്ച മിനിസ്റ്റേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 5 മിനിസ്റ്റേഴ്സിനെ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്താൽ അതിൽ വാജ്പേയിയും വരുമെന്ന് ആലോചിക്കണം. വാജ്പേയിയും BJPയുടെ ഒരു ഉന്നത നേതാവായിരുന്നു, പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നപ്പോ ഈ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ? ഇല്ല. അമിത മതകാര്യം കുത്തിവെക്കാൻ പറ്റൂ? ഇല്ല. സ്കൂളുകളിൽ എവിടെയെങ്കിലും ആവശ്യമില്ലാതെ കൈവയ്ക്കാൻ സമ്മതിക്കോ? ഇല്ല. അങ്ങനെ വന്നാൽ അയാൾ രാജി പറയും. ഇതൊക്കെ എപ്പോ സംഭവിച്ചു എന്നുകൂടെ നിങ്ങൾ ചിന്തിക്കൂ. ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ 5 പേരെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയണു, 5ാമത് രാജീവ് ഗാന്ധി വരും. 4ാമത് നമ്മുടെ ആദ്യമായിട്ട് ഓപ്പൺ മൾട്ടിപ്ലൈ ഇന്റർനാഷണൽ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത നരസിംഹറാവു വരും. ആ ഒരൊറ്റ കാരണം കൊണ്ട്, അല്ലാതെ എടുക്കാൻ പറ്റില്ല. അയാളും മതപരമായ കാര്യം വന്നപ്പോൾ കണ്ണടച്ചകത്തിരുന്ന മനുഷ്യനാണ്. 3ാമത് അടൽ ബിഹാരി വാജ്പേയി വരും. അത്ര ബ്രില്യന്റ് ആയിരുന്നു, അത്രയും കാര്യവീക്ഷണമുള്ള ആളായിരുന്നു. ഈ മതസംഘടനയ്ക്കകത്ത് നിന്നിട്ട് പോലും അയാൾ പലപ്പോഴും രാജ്യഭീഷണി മുഴക്കി. അയാൾ ആശയപരമായിട്ട് രാജ്യത്തിന്റെ കാര്യം വരുമ്പോഴും എഡ്യൂക്കേഷൻ കാര്യം വരുമ്പോഴും അദ്ദേഹം പരമാവധി ഒരു സിംഗിളായിട്ടൊന്ന് ഫൈറ്റ് ചെയ്ത് അതിന്റെ ഗുണം BJP കിട്ടി. ആ ഗുണമാണ് ഇന്ന് അധികാരത്തിൽ ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് പറഞ്ഞ ഇന്ദിരാഗാന്ധിയുടെ ഡീഫാൾട്ട് എന്നാണ്, അടിയന്തരാവസ്ഥ, വൻപം ഡീഫാൾട്ടാണ്. അവരുടെ മകൻ സഞ്ജയ് ഗാന്ധി ഷണ്ടത്വം ചെയ്ത് 40-45 ലക്ഷം ആണുങ്ങളെ. അതൊക്കെ ലോകപരാജയം തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് നമ്മുടെ ടെക്നോളജിക്കലി മാറിയത്, ന്യൂക്ലിയർ ലെവലിൽ നമ്മൾ മാറിയത്, എഡ്യൂക്കേഷൻ ലെവലിൽ മറ്റൊരു മേഖലയിൽ കൊണ്ടുവന്നത്. ഒപ്പം തന്നെ ആ ഒരു പിന്നീട് വന്ന രാജീവ് ഗാന്ധിയുടെയൊക്കെ കുറച്ചതുണ്ട്. അദ്ദേഹത്തിന് കുറച്ച് മതഭ്രാന്തുണ്ടായിരുന്നു. അവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ 1ാം സ്ഥാനത്ത് ആര് വരുമെന്ന് ചോദിച്ചാൽ മൻമോഹൻ സിംഗ് വരും 1ാം സ്ഥാനത്ത്. ഒപ്പം ജവഹർലാൽ നെഹ്റു വരും. ജവഹർലാൽ നെഹ്റു സയന്റിഫിക്കൽ ടെമ്പർ ഉണ്ടാക്കിയ
ഇന്ത്യക്ക് ബേസ് ഉണ്ടാക്കിയ ആദ്യത്തെ സയൻസ് വിഷൻ എല്ലാം ഉണ്ടാക്കി. ഇന്ന് കിടക്കണ നിങ്ങൾ ഈ കാണുന്ന എല്ലാ യൂണിവേഴ്സിറ്റിയുടെ പേരൊക്കെ ആരെത്ര മാറ്റിയാലും ചരിത്രം അവിടെ അതുപോലെ നിൽക്കൂലേ ഉണ്ടാക്കിയത്. അദ്ദേഹമാണ് ഇന്ത്യയെ വാർത്തെടുത്ത മനുഷ്യൻ. മൻമോഹൻ സിംഗ് ആണ് ഫിനാൻഷ്യലി ഒരു രാജ്യം എങ്ങനെ കെട്ടിപ്പടുത്തിട്ട് ഘട്ടഘട്ടമായിട്ട് ദരിദ്രത്തിൽ നിന്ന് നമ്മളെ മാറ്റി എങ്ങനെ മുമ്പോട്ട് കൊണ്ടുവന്നു. ഖജനാവായിരിക്കുന്ന പണം ഓപ്പൺ മാർക്കറ്റിൽ ഇറക്കിയിട്ട് അതിനെ ഇവിടെ പർച്ചേസ് ആക്കി മാറ്റിയിട്ട് രാജ്യത്തിന്റെ ഗ്രോത്ത് എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നും പഠിപ്പിച്ച മനുഷ്യൻ. ഇത്തരം വീവുള്ളവരൊക്കെയാണ് നമുക്ക് ആവശ്യം. അല്ലാതെ മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്നവരും ജാതി പറഞ്ഞ് വോട്ട് പിടിക്കുന്നവരും വർഗം പറഞ്ഞ് വോട്ട് പിടിച്ചൊക്കെ കളിക്കുന്നവരെയൊക്കെ അധികാരത്തിലിരുത്തിയാൽ ആ അധികാരികളെല്ലാം ചെയ്തു കൂട്ടുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് നല്ല ബോധമുണ്ട്. പക്ഷെ സംഭവിക്കണത് അടുത്ത ജനറേഷനും വളർന്നു വരുമ്പോൾ നിങ്ങളുടെ തൂത്ത് തുടച്ചെടുത്ത് ആറ്റിലെറിയും. അങ്ങനെ പൊട്ടിപ്പുറപ്പെട്ട് വന്ന പാർട്ടിയല്ല, ഒരു കൂട്ടായ്മയാണ് CJP. ഇനി അടുത്തും വരുന്നത് ഇതുപോലെ ആയിരക്കണക്കിന് കൂട്ടായ്മകൾ വന്നുകൊണ്ടിരിക്കുക. അതാണ് ഞാനൊരു 15-20 വർഷം കഴിഞ്ഞ കഥ വീണ്ടും മാറും. അഡ്രസ്സെങ്കിലും വേണമെങ്കിൽ, ഡിലീറ്റ് ചെയ്ത് കളയാതിരിക്കണമെങ്കിൽ നിങ്ങളെ ഈ പൊട്ട ആശയങ്ങളുണ്ടല്ലോ. എൻ്റെ മക്കളെല്ലാവരും എവിടെയെങ്കിലും നല്ല ടോപ്പിൽ പഠിക്കട്ടെ, മറ്റവൻ അടിയിൽ കിടന്ന് ഞാൻ ചവിട്ടിൽ കിടന്ന് അതിനകത്ത് കിടന്ന് മുഴുകട്ടെ എന്നുള്ള കാഴ്ചപ്പാട് മാറ്റിയില്ലെങ്കിൽ ഞാനിതാ വീണ്ടും പ്രവചിക്കുന്നു. അപകടം കാത്തിരിക്കുകയാണ്, വമ്പൻ അപകടം. ഒറ്റ പ്രവർത്തകന് പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സ്റ്റേജ് ഉണ്ടാവും. സാധാരണ കുഞ്ഞു കുട്ടികൾ പോലും നിങ്ങളുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പും. ആ നിലവാരത്തിലോട്ട് ഇനിയിപ്പോൾ പോകും 10 വർഷത്തിനകത്ത്. ആ അവസ്ഥ നിങ്ങൾ ആലോചിച്ചു. കുഞ്ഞു കുട്ടികൾ, ജനിച്ചു വീണ് 5-6 വയസ്സാവുന്ന കുട്ടികൾ പോലും നിങ്ങളുടെ മുന്നിൽ കാർക്കിച്ചു തുപ്പും. ആ നിലയിലോട്ട് നിങ്ങൾ ചെന്നെത്തും. അതാണ് മതം അമിതമായിട്ട് കളിച്ചാൽ. ഒന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം, ആരാധിക്കുന്ന 33 കോടി ദൈവങ്ങളിൽ ഒരാൾ മതം എടുത്തു വെച്ചിട്ട് കളിച്ചിട്ടില്ല. അവരാരും മതം ഉണ്ടാക്കിയിട്ടില്ല. ഉള്ളിലാണ്ടോ പുള്ളിക്കാരെന്ത് മതം ഉണ്ടാക്കി? പുള്ളിക്കാരെ ഹിമാലയത്തിന്റെ മുകളിലിരുന്ന് സന്യസിച്ചിരുണ്ടിരുന്ന ഒരു സാധാ മനുഷ്യനാണ്, ഒരു സന്യാസിയാണ്. അദ്ദേഹം ഏത് മതം ഉണ്ടാക്കി ഒന്ന് പറഞ്ഞേ. ഇത് ഞാൻ പറയണേന്ന് പറഞ്ഞാൽ ഒരു മതത്തെ ഞാൻ എതിർക്കുന്നില്ല, ആരുടെയും വിശ്വാസത്തെ ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ ഇതൊന്നും കൊണ്ട് നമ്മുടെ രാജ്യം വളരൂല, ഭക്ഷണം കഴിക്കാൻ പറ്റൂല, വീട്ടിലെ വരുമാനം വളരൂല, കുട്ടികൾക്ക് ജോലി കിട്ടൂല. അതിനൊക്കെ നമുക്ക് ലോക നിലവാരത്തിലോട്ട് നമ്മൾ മാറേണ്ടതുണ്ട്. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് പഠിക്കേണ്ടതുണ്ട്, മൾട്ടിപ്ലൈ ചെയ്ത് സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്, മൾട്ടിപ്ലൈ ചെയ്ത് നമ്മുടെ കുട്ടികളുടെ ചിന്ത വളരേണ്ടതുണ്ട്. ഒപ്പം തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് രീതിയിൽ കുട്ടികൾക്ക് ഫ്രീഡം അനുവദിക്കേണ്ടതുണ്ട്. റെസ്ട്രിക്ഷൻ ഒന്നും ഇനി നടക്കൂല. കാരണം നമ്മൾ എങ്ങനെ റെസ്ട്രിക്ഷൻ വയ്ക്കാനാണ് ഈ ടെക്നോളജി വളർന്നിരിക്കുന്ന ലോകത്ത്? അതൊക്കെ നമുക്കൊരു 10 വയസ്സ് വരെ 12-14 വയസ്സ് വരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനേ പറ്റും. അതിനപ്പുറം ഇനി പറ്റൂല. അങ്ങനെ ഒരു ലോകം വളർന്ന് മുന്നേറിയിരിക്കുന്നു, ആ നിലയിലോട്ട് ലോകം മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഓരോ പ്രവർത്തകരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട്, CJP പോലുള്ള പാർട്ടികളല്ല, അനേകം കാര്യങ്ങൾ ഇനി വരും. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. യുവതലമുറ നേരിടുന്ന പ്രശ്നങ്ങൾ അത്രയാണ്. ഒന്നാമത് തൊഴിലില്ലായ്മ. 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ തൊഴിലില്ലായ്മ 70% ഇപ്പൊ ഇന്ത്യയിൽ റിപ്പോർട്ട് പ്രകാരം. 25-നും 35 വയസ്സിനും ഇടയിലുള്ളവരുടെ തൊഴിലില്ലായ്മ നിരക്ക് 40%. 35-നും 55 വയസ്സിനും ഇടയിലുള്ളവരുടെ തൊഴിലില്ലായ്മ നിരക്ക് 15-20%. ആലോചിച്ച് നോക്കണം. ഇവരെല്ലാവരും ഓരോ ഏറ്റവും പീക്ക് ലെവലിൽ നിൽക്കുന്ന ടൈമുകളാണ്. ഇത്തരം രീതിയിൽ ഇതൊന്നും വച്ചുകൊണ്ട് ഇവരുടെ ആരുടെയും തൊഴിലില്ലായ്മ ഒന്നും മാറില്ല. അപ്പൊ ഇവരുടെ കുട്ടികൾ അടുത്ത് പഠിക്കണം, അടുത്ത കുട്ടികൾ മുന്നോട്ട് പോകണം. ആ കുട്ടികൾക്കാണ് നിങ്ങൾ ഈ ടാക്സ് എടുത്തിട്ട് റോങ് എഡ്യൂക്കേഷൻ വയ്ക്കുന്നത്. ആ കുട്ടികളാണ് ഇപ്പൊ കുഞ്ഞു കുട്ടികൾ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. അതിന് സംഭവങ്ങളങ്ങ് മാറിപ്പോ. ഉമ്പടി കുട്ടികൾ 7-ലും 6-ലും പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ സമരം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്ന നാടായി മാറിയിരിക്കുകയാണ്. നമ്മൾ അടിച്ചമർത്തണ്ട, നടക്കില്ല. അതുകൊണ്ട് പ്രിയ പ്രേക്ഷകരെ, ഭാരതത്തിലെ 100 കോടി ഹിന്ദു ജനതയുണ്ടെങ്കിൽ 60-65 കോടി ജനങ്ങൾക്ക് മതഭ്രാന്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നേരത്തെ അതൊരു 80 കോടിയൊക്കെ ആയിരുന്നു, ഇപ്പൊ അങ്ങനെയില്ല. ഇപ്പൊ ഒരു 65 കോടി ജനങ്ങൾക്ക് ഒരു മതഭ്രാന്തില്ല. 35 കോടി ജനത്തിന് ചെറിയ എല്ലിത്തരിപ്പുണ്ട്. അതിലൊരു 10 കോടിക്ക് ഭ്രാന്തുള്ളൂ, മൊത്തം ഭ്രാന്തുള്ളൂ. അത് എല്ലാത്തിലും ഉണ്ട്. ക്രിസ്ത്യൻസിലും ഉണ്ട്. ക്രിസ്ത്യൻസിൽ ഇതുപോലെ ഒരു 10% അതിഭ്രാന്തുണ്ട്. അച്ഛന്മാരെടുത്തുകൊണ്ട് എല്ലായിടത്തും ഉണ്ട്. അവർ ചെയ്യണ നല്ല പ്രവൃത്തികൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയണത്. അവർ ചെയ്യണ ചാരിറ്റി മറ്റു കാര്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയണത്. എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ എല്ലാ സാധാരണക്കാര ലെവലുകളും എല്ലായിടവും ഇന്ത്യയുടെ പല രാജ്യത്ത് ഇപ്പോഴും മാറ്റുന്നത് അവരൊക്കെ തന്നെ. അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ്. 10% അതിനകത്തുണ്ട് മതഭ്രാന്തന്മാര്. അതുപോലെ മുസ്ലിംസിൽ അതിലുമുണ്ട് 10, 15, 20% പേര്.
ഇങ്ങനെ മതഭ്രാന്തന്മാരില്ലാത്ത ലോകമില്ല. പക്ഷെ എല്ലാവരും അങ്ങനെയായി മാറുമ്പോൾ ബുദ്ധിമുട്ടാണ്. അങ്ങനെയായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രാജ്യം തകരും, രാജ്യത്തിന്റെ അടിസ്ഥാന ഘടന തകരും. അടിസ്ഥാന ഘടന തകരുമ്പോൾ യുവാക്കൾ പുറത്തിറങ്ങും, യുവതികൾ പുറത്തിറങ്ങും, സയന്റിഫിക് ടെമ്പർ ടപ്പന ഉണ്ടാവും, കയ്യിൽ നിൽക്കില്ല എന്ന് ഞാൻ ഓരോരുത്തരെ ഓർമ്മിച്ചുകൊണ്ട് പുതിയ ബ്ലോഗ് കാണണം. പുതിയ കാര്യവുമായിട്ട്, യുവാക്കളുടെ പുതിയ കാര്യവുമായിട്ട് നെക്സ്റ്റ് വീക്ക് കാണാം. സൈനിങ് ഓഫ്, നബക്സോണോ.